ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബുക്ക് വിത്ത് ചാനൽ. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്, കമന്റ് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, ഹൈപ്പ് ചെയ്തേക്ക്. 99% പൃഥ്വിരാജ്, 1% മോഹൻലാൽ, 99% ആമ്രലി, 1% അഹമ്മദ് അലി. ഇതാണ് ഖലീഫ. ഖലീഫ വൈശാഖാണ് സംവിധാനം ചെയ്യുന്നത്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആണ്, ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ്. ആൻഡ് ഈ സിനിമയിൽ മൊത്തത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഖലീഫ പൃഥ്വിരാജ് സുകുമാരന്റെ പെർഫോമൻസ് സിനിമയായിരിക്കും. ആമ്ര അലിയുടെ വിളയാട്ടമായിരിക്കും. ഖലീഫ ദി റൂളർ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു സിനിമ വരുന്ന ഒരു ബോർഡർ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഗോൾഡ് സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റ്. അതിൽ കൂടെ വരുന്ന ഒരു ഹൈ ഒക്ടെയിൻ റിവെഞ്ച് ആക്ഷൻ ഡ്രാമയായിട്ടാണ് ഈ ഒരു ഖലീഫ എത്തുന്നത്. ഓഗസ്റ്റ് 20 രാവിലെ 9 മണിക്കായിരിക്കും ഫസ്റ്റ് ഷോ റിലീസ് ചെയ്യുന്നത്. FDFS തുടങ്ങുന്നത്. ഞാനും ട്രിവാൻഡ്രം ഏരീസിൽ ഓടി വണ്ണിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പടം കണ്ട് അതിന്റെ റിവ്യൂ ഞാൻ പറഞ്ഞേക്കാം. മറക്കാതെ തന്നെ നിങ്ങൾ അതും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കുക. ആൻഡ് ഈ സിനിമയിൽ നേരത്തെ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ സിനിമയിൽ മൊത്തം വരുന്നത് ആമർ അലിയാണ്. 1%, ഞാൻ പറഞ്ഞില്ലേ, 99% ഈ സിനിമയിൽ വരുന്നത് പൃഥ്വിരാജ് സുകുമാരനാണ്. ഒരൊറ്റ ശതമാനം ഒരു ക്ലൈമാക്സിൽ ടെയിൽ എൻഡ്, അത് പലപ്പോഴും പൃഥ്വിരാജ് എടുത്തു പറയുന്നത് ലാലേട്ടൻ ഫാൻസ് അല്ലെങ്കിൽ മോഹൻലാലിന് ഇഷ്ടമുള്ളവർ ഒരുപാട് എക്സ്പെക്ടേഷനിൽ വരും. ലാലേട്ടനെ വലുതായിട്ട് കാണിക്കും, അല്ലെങ്കിൽ ലാലേട്ടനെ ഒരുപാട് കാണിക്കും, അല്ലെങ്കിൽ ലാലേട്ടനെ എപ്പോഴോ ആ സിനിമയിൽ ഫുള്ള് ഉണ്ട് എന്നുള്ളൊരു തോട്ടിൽ വരുമ്പോൾ നമുക്ക് ആ എക്സ്പെക്ടേഷനിൽ പോകുമ്പോൾ ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവാതെ വരും. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു റിമൈൻഡർ പോലെ എല്ലാ മീറ്റിങ്ങിലും എല്ലാവരും പ്രസ്സിലും പൃഥ്വിരാജ് പറയുന്നത് ലാലേട്ടൻ ഈ സിനിമയിലുണ്ട്, തീർച്ചയായും ലാലേട്ടന്റെ സീനിന് കയ്യടി കിട്ടും. ബട്ട് ആ ഒരു സീനിനെ നിങ്ങൾ ചെറിയ തോതിൽ കാണുക എന്ന് പറയുന്നത്, അത് ക്ലൈമാക്സിൽ ഒരു ടെയിൽ എൻഡ് പോർഷൻ, ഒരു ക്ലൈമാക്സിൽ ദാ ലാലേട്ടൻ ഇങ്ങനെ വന്നൊരു നിപ്പ് നിൽക്കും. ഏറിപ്പോയ 1 മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡുകൾ, ചിലപ്പോൾ അപ്പോൾ തന്നെ ആ ഒരു ഡയറക്ഷൻ ബൈ വൈശാഖ് എന്ന് പറഞ്ഞ സിനിമയെല്ലാം തീർത്താലും തീർക്കും. എന്നിട്ട് ഈ സിനിമയുടെ ഒരു പ്രോപ്പർ റെസ്പോൺസ് വെച്ച്, വിജയം വെച്ച്, കളക്ഷൻ വൈസ് വെച്ച്, എല്ലാവരുടെ വെർഡിക്റ്റ് വെച്ചായിരിക്കും സെക്കൻഡ് പാർട്ട് ഖലീഫയുടെ പാർട്ട് 2 വൈശാഖും പൃഥ്വിരാജും ടീമും സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. എങ്കിലേ അഹമ്മദ് അലിയുടെ ലാലേട്ടന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സിനിമ, ആ ഒരു സീനിൽ വരുന്ന സിനിമ ഫുൾ ആയിട്ട് വരുള്ളൂ. അതിന് പടം എന്തായാലും വിജയിക്കുക തന്നെ വേണം. എല്ലാവർക്കും നിന്നും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ തന്നെ വേണം. ബോക്സ് ഓഫീസ് കളക്ഷൻ നല്ല രീതിയിൽ തന്നെ വേണം. പോരാത്തിന് ഓണം തൂക്കണം. എന്നാൽ മാത്രമേ ലാലേട്ടന്റെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഖലീഫ പാർട്ട് 2 മമ്പറക്കൽ അഹമ്മദ് അലി ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു, എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ആരെയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെ ഗോൾഡ് സ്മഗ്ലിംഗ് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിയും വേറെ എന്തെങ്കിലും പരിപാടികൾ ബിസിനസ് ചെയ്തിട്ടുണ്ടോ, എന്താണ് പുറം ഫ്ലാഷ് ബാക്ക്, എല്ലാം നമുക്ക് അറിയണമെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ തന്നെ പോകണം. എൻ്റെ ഒരു അസംഷൻ പ്രകാരമാണെങ്കിലും ഇവരുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോഴും ഇല്ല. ഇതൊരു പടത്തിന്റെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി കൂടെ തന്നെയാണ്. ലാലേട്ടനും കൂടെയാണ്. അപ്പോൾ ഇവരും ലാലേട്ടൻ എന്നൊരു എൽ ഫാക്ടർ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓവറോൾ ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ഇജ്ജാതിയായിട്ട് കൂടും എന്നതിൽ യാതൊരു ഡൗട്ടും വേണ്ട. കാരണം ബിക്കോസ് ലാലേട്ടൻ എന്നൊരു ബിഗ് സ്റ്റാർ, ഒരു എൽ സ്റ്റാറിന്റെ ഉള്ള ഒരു സൂപ്പർ ഫാൻ ബേസ് ഉള്ള ഒരു താരത്തിനെ കൊണ്ടുവരുമ്പോൾ അതിന്റെ ആ ഒരു പ്രൊജക്ടിന്റെ ഒരു വലിപ്പം, സ്കെയില് കൂടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബട്ട് ഇതില് ലാലേട്ടന്റെ പടമല്ല, ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ആമിർ അലിയുടെ പെർഫോമൻസ് ഉള്ള ആമിർ അലിയുടെ ഒരു പൃഥ്വിരാജ് സംഭവമാണ് ഈ സിനിമയായിട്ട് വരുന്നത്. അതിന്റെ അവസാനത്തേക്ക് ഒരു ചെറിയ തോതിൽ ലാലേട്ടൻ അവർ ഇറക്കി വിടുന്നു. പല ആൾക്കാരും പറയുന്നുണ്ട്, ലാലേട്ടൻ അവര് പ്രൊമോഷനാണ് കൊണ്ടുവന്ന്, ലാലേട്ടൻ ഉണ്ടെങ്കിലേ പടം വിജയിക്കൂ, ലാലേട്ടനെ കൊണ്ടുവന്നാണ് ഇവിടെ കളിക്കുന്നത് എന്നുള്ള ഒരു ടോക്കൊക്കെ. ഓവറോൾ നമ്മൾ എല്ലാ സിനിമയിലും ഇപ്പൊ തന്നെ ബബ്ബയില് ലാലേട്ടനെ കൊണ്ടുവന്നപ്പോ ആ ഒരു ടോക്ക് തന്നെയാണ് എല്ലാവരും പറഞ്ഞ. ചത്താപ്പച്ചയില് മമ്മൂക്കയെ കൊണ്ടുവന്നപ്പോ ആ ഒരു ടോക്ക് തന്നെയാണ് എല്ലാവരും പറഞ്ഞ. ലോ ആൻഡ് ഓർഡറിൽ കാരിക്കാമുറി ഷൺമുഖനെ കൊണ്ടുവരുമ്പോഴും എല്ലാവരും ആ ടോക്ക് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഇപ്പം ലോകയില് മൂത്തോൻ മമ്മൂക്കയെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ആ ഒരു ടോക്ക് തന്നെയാണ് പറയുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു ടോക്ക് പ്രിവിലേജ് ആണ്. അവരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു ബിഗ് എംഎസിനെ കൊണ്ടുവരുമ്പോൾ, പ്രത്യേകിച്ച് ലാലേട്ടനെ പോലെ ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ പടത്തിന്റെ പ്രൊമോഷൻ താനേ കൂടും. ബട്ട് ഇത് എന്നിരുന്നാൽ ഈ തുടക്കം തൊട്ട് അവസാനം വരെ ഇതൊരു ലാലേട്ടന്റെ പേരിൽ കണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഇത് ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് ആമിർ അലി, ഓറ രാജ്, പൃഥ്വിരാജ് സുകുമാരന്റെ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ക്ലൈമാക്സിൽ ആ ഒരു ടൈലറിൽ മമ്പറകൽ അഹമ്മദ് അലി വരും. മമ്പറകൽ അഹമ്മദ് അലിയുടെ പേരക്കുട്ടിയാണ് ഈ മമ്പറകൽ ആമിർ അലി. പക്ഷെ ആമിർ അലി ഇന്നലെ ഒരു ട്രെയിലറും കൂടെ ഇറക്കിയപ്പോ
മൊത്തത്തിൽ കത്തിച്ച് അതില് പൃഥ്വിരാജിന്റെ ലുക്ക് എന്നാ ലുക്കാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് പൃഥ്വിരാജിന്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പടത്തിൽ കാണുമ്പോൾ ആ ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ, ആ ഒരു ബാസ് സൗണ്ടൊക്കെ മാറി ഒരു ഡയലോഗ് ഡെലിവറിയൊക്കെ, ഒരു ലുക്കൊക്കെ വന്നാൽ കേൾക്കുമ്പോ തന്നെ കൊള്ളാം. ആൻഡ് ഇത് ഞാൻ ചുമ്മാ പറയണതല്ല സാറേ, ഉമ്മാണ് ഞാൻ ചെയ്യുന്ന ഡയലോഗൊക്കെ പീക്കായിരുന്നു. ആൻഡ് അതിന് ഫൈറ്റ് എല്ലാം പൃഥ്വിരാജ് ചെയ്യണതും പീക്കായിരുന്നു. ആ ഒരു ഫാസ്റ്റ് ആയിരുന്നാലും, ആ ഒരു ദേഷ്യമായിരുന്നാലും, ആൻഡ് സിഗാർ കത്തിച്ചു വരുന്ന ആ ഒരു സീൻസുകളായിരുന്നാലും, ആൻഡ് ജെക്സ് ബിജോയുടെ ആ മ്യൂസിക്, ആ ഒരു ടട്ട ടട്ട ടട്ട, ആ ഒരു അറബിക്, ആ ഒരു ഫ്ലൂട്ട് ടൈപ്പിലുള്ള ആ ഒരു മ്യൂസിക്കുകളും കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും ആൻഡ് DOPയും സൂപ്പർ. ആൻഡ് ജിനു എബ്രാമിന്റെ, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് സ്റ്റോറി എങ്ങനെ വരുമെന്ന് എനിക്ക് ഒരു പ്രഡിക്ഷനും ഇല്ല, എനിക്ക് അതിലൊരു പ്രതീക്ഷയും ഇല്ല. ബട്ട് മേക്കിംഗ്, ആ ഒരു പെർഫോമൻസ് വൈസ് ആയിരിക്കും പടം മുന്നേറാൻ പോകുന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതൊരു കാരണം വൈശാഖ് ഒരു നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറും കൂടെയാണ്. ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടങ്ങളൊക്കെ എടുക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ സ്റ്റോറി വൈസ് എനിക്ക് ഇപ്പോഴും എനിക്ക് എന്താവും അല്ലെങ്കിൽ ഒരു ഇങ്ങനെയാവും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. ടോട്ടലി നല്ല വർത്തായിട്ടുള്ള ഒരു സ്റ്റോറി വരും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ല. ബട്ട് അവരുടെ മേക്കിംഗ്, അവരുടെ ആ ഒരു പെർഫോമൻസ് വൈസ് വെച്ച് അതെങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും പടത്തിന്റെ വെർഡിക്റ്റ് വരിക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഈ പടം ലാലേട്ടൻ എന്ന ഒരാളില് പ്രൊമോഷൻ അല്ല, ഇന്ന് വരെ അത് ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്തത് പൃഥ്വിരാജ് തന്നെയാണ്. പിന്നെ പൃഥ്വിരാജ് ലാലേട്ടൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടന്റെ കാര്യങ്ങൾ ഈ പ്രസ് മീറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓറ രാജിന്റെ ഒരു 99% ഈ സിനിമയിൽ ഓറ രാജിന്റെ പെർഫോമൻസ് തന്നെയാണ്, ആമിർ അലിയുടെ വിളയാട്ടം തന്നെയാണ്. അതിപ്പോ മാസ് ആവട്ടെ, ആ ഇമോഷണൽ രംഗങ്ങൾ കൺഫേം ആയിട്ട് ഈ സിനിമയിലുണ്ട്. കാരണം ഇതൊരു ഇമോഷണൽ ഡ്രാമ വരുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് നമ്മൾ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതിൽ 1-2 സീൻസുകളും കാണിച്ചു തരുന്നുണ്ട്. അഫ്കോഴ്സ് റിവഞ്ച് ഡ്രാമ ആകുമ്പോൾ ഇമോഷണൽ കാര്യങ്ങളൊക്കെ വരും. കാരണം ഒരു കൊലപാതകം അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടമാകുന്ന ഒരു അവസ്ഥ അതൊക്കെ വരും. അതൊക്കെ വന്നിട്ട് ആ ഒരു മാസ് പ്രൊപ്പോർഷൻ സീൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാവും. ടോട്ടലി ഓണം കത്തിക്കാനുള്ള വരവ് തന്നെയാണ്. ട്രെയിലർ നല്ല മിന്നിച്ചിട്ടുണ്ട്, എല്ലാവരും നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഈ സിനിമയിൽ ഇടയ്ക്കും പുള്ളിക്കും ഒക്കെ ആയിട്ട് അഹമ്മദ് അലി, അതായത് ലാലേട്ടന്റെ ആ ഒരു പേര് മെൻഷൻ ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഇന്ദ്രൻസ് തന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ, ആ ഒരു കോസ്റ്റ്, ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് അഹമ്മദ് അലിയെ പിടിച്ചിട്ട് നടന്നിട്ടില്ല അങ്ങനെ ഒന്നും ഒക്കെ. അപ്പൊ അതുപോലെ 1-2 ഇടത്ത് അഹമ്മദ് അലിയുടെ പേര്, ലാലേട്ടന്റെ പേര് വരാൻ ചാൻസുകൾ, മെൻഷൻ ആവാൻ കൂടുതൽ ചാൻസുകളൊക്കെ ഉണ്ട് 1-2-3 സ്ഥലത്തൊക്കെ. ആൻഡ് ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി ആ ഒരു എൻട്രിയും കൂടെ കൊടുക്കുമ്പോൾ കലാസ്. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു 99% ആമിർ അലി തന്നെയായിരിക്കും. പൃഥ്വിരാജ് ഓടി ഓടി പടത്തിൽ മുന്നേറും, സ്കോർ ചെയ്യും. ആ ഒരു പൃഥ്വിരാജ് ആ ഒരു ബസ്സിന്ന് ആ ഒരു ട്രെയിലറിലെ എൻട്രി ഉണ്ട്, കിട്ടില്ലായിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ, ഡയലോഗ്സ് ഒക്കെ ടോട്ടലി വർത്തായിരുന്നു ആ ട്രെയിലർ. ആൻഡ് ലാലേട്ടന്റെ എൻട്രി കൂടെ അവസാനമാകുമ്പോൾ കത്തിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ടു പൃഥ്വിരാജ് ആൻഡ് ഖലീഫ ടീം. പടം മിന്നിത്തിളങ്ങട്ടെ. ആൻഡ് സെക്കൻഡ് പാർട്ടും മറക്കാതെ ഈ ഒരു വിജയത്തിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് മമ്പറക്കൽ അഹമ്മദ് അലി ലാലേട്ടന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള സെക്കൻഡ് പാർട്ട് ഖലീഫ പാർട്ട് 2 റിലീസ് ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.